ഞാൻ എന്റെ കല്യാണത്തിന് പോവാട്ടോ. ഇത് ബിപിൻ ബ്രോ ഫ്രം തൃപ്പയാർ കൊടുങ്ങല്ലൂര്. ഓക്കെ, അപ്പൊ നമ്മള് നേരെ അങ്ങോട്ട് പോവാണ്. ചിൽ ഇപ്പൊ എനിക്ക് ടെൻഷനൊന്നുമില്ല, ഇനി ഞാൻ കൂളായിരിക്കും. അപ്പൊ മലയാളി വണ്ടി കയറിയിരിക്കണേ. മലയാളിന്റെ വണ്ടിയിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. നീ ചെറിയവനെ കുഞ്ഞാവാസ് കല്യാണം. പക്ഷെ സത്യം പറയട്ടെ, കുഞ്ഞാവേനേക്കാൾ ലുക്ക് ഞാനല്ലേ? സത്യോ അത് പറഞ്ഞു. ഇങ്ങോട്ട് തിരികെ മലയാളി ഇങ്ങോട്ട് നോക്ക്. ചുണ്ടിന്റെ നീ നോക്കേ വേണ്ട അല്ലേ? എന്നാ അതിൽ നിർത്തോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓഡിറ്റോറിയത്തിലേക്ക്. മലയാളി മൊഞ്ചനായി പോയിട്ടോ. സൈഡിൽ നിന്നൊക്കെ നോക്കുന്നേരോ പിന്നെ അല്ല നാട്ടുകാര് ഞങ്ങള് പറയും, ഇബിനേട്ടൻ പറയും ഇതിങ്ങനെ തന്നെ പോക്കറ്റിൽ വെക്കി. ആരാണ് ചെക്കൻ എന്നുള്ളത് അല്ലേ? ഫൈനലി ഇതാ ഇവിടെ നമുക്കൊരു 400 മീറ്ററും കൂടെ ഉള്ളൂ. അതെ, നമ്മള് ഹോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഫൈനലി ആ ദിവസത്തിലെത്തി. അത് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടാള് ഓരോ വിളിച്ച് അതായത് നമുക്ക് നമ്മളവിടെ നിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഹോളിൽ നിന്ന് എല്ലാരും വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഫ്ലൈറ്റ് മോഡിൽ പറഞ്ഞത്. പിന്നെ ടെൻഷൻ ഒന്നുമില്ലല്ലോ. കുഞ്ഞാവ ബ്ലഷ് ചെയ്യുന്നു. കണ്ണടയൊക്കെ വെച്ച് സെറ്റ് ടെഞ്ചത്തിലാണ്ട് കയറിയാ മതി. ആ എതിരൊരു വണ്ടി വിളിക്കുന്നുണ്ട്. അളിയ നടുവിൽ നിന്ന് വിളിക്കുന്ന നേരെയുള്ള അത് ഇവന്റെ അളിയൻ, ഇവന്റെ പെങ്ങളെ ഹസ്ബൻഡ്. ഓ പടക്കം പൊട്ടിച്ച് പുക വറുത്തുന്നുണ്ട്. ഓ വണ്ടിന്റെ അടിയിലൊന്നും കൊണ്ടിടൂലേക്കല്ലേ? ആ ടീംസ് ഒക്കെ അവിടെ ഉണ്ട്. അതാ പടക്കം പൊട്ടുന്നില്ല. ആ അതാണ് ഗർഭം കലക്കി. ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങോട്ട് ഫ്രണ്ട് വെക്കാനാ പറയുന്നത്. റിയാപ്പിൾ ഇറങ്ങാനായിട്ടില്ല. എല്ലാ അരവങ്ങളും വന്നതിന് ശേഷം ഇറങ്ങുന്ന പറയുന്നത്. China after a long time China on screen. ക്യൂട്ട് കപ്പിൾസ് ഇവിടെ ഉണ്ട്. നജിക്ക് പിന്നെ പണ്ട് എങ്ങനെയാണ്? അതെ, നാടായി പോയി. നാട്ടുകാരുണ്ടാവും തെറി വിളിക്കാനെന്ന്. ഗ്ലാസ് ഡോറ് തുറക്കാൻ പറ്റും, നല്ലൊരു വൃത്തി ഉണ്ടാവും അല്ലേ? വൃത്തി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. സൺറൂഫിന്റെ മുകളിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിപ്പിക്കുന്നുണ്ട്. സംഭവം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഓൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, നമ്മളത് വളർന്നു പോയി ചെക്കൻ, വളർന്നു വന്തലിച്ച്. പറയ് ഓന്റെ ചാനലാണിത്. അതില്ല ഈ പറയണ്ടേ? ആ ഞാൻ ഒന്നും പറയാനില്ല, ഞാൻ താഴെ പോയി. ഫാമിലി മെമ്പേഴ്സ് എല്ലാരും ഉണ്ട്. ഇത് കിട്ടോ? ഏതാ ഒരു മറ്റേ ഇത് നമ്മളെ വണ്ടിമേല് ഫ്ലവർ ഒന്നുമില്ല,
ബൊക്കെ അതൊന്നും വെച്ചിട്ടില്ല, മറന്നുപോയി. ഇവിടുത്തെ പോലെ വണ്ടിൻ്റെ മുകളിൽ ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. കോപ്പിറൈറ്റ് അടിച്ചത് പാട്ടാണ്. ഭയങ്കര ഒച്ചയും പടയും ബഹളമൊക്കെ ആണ്. ഒന്നും കേൾക്കാനൊന്നും വയ്യ. എന്തൊക്കെയോ പറയുന്നുണ്ട് നിങ്ങളുടെ ആകുന്ന പോലെയൊക്കെ. എന്തുണ്ട് എന്തേതാണ് എൻ്റെ വീഡിയോ എടുക്കലും പരിപാടിയൊക്കെ വരെ പോകുന്നത്? ചെക്കന്മാർ വൈബാക്കുന്നുണ്ട് അല്ലേ? പൂത്തിരിയൊക്കെ കത്താൻ പോവാണ്. സാധനമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കിട്ടുമോ? പൂത്തിരിയൊക്കെ കത്തിച്ച് സീനാക്കുന്നുണ്ട് ഗായ്സ്. കളിയാണ്. കേക്കൊക്കെ ഉണ്ട്. ഒരാൾ കേക്കിന്റെ മറുവിലായി പോയി. നിക്കാഹിനുള്ള പുറപ്പാടാണ്. നിക്കാഹിൻ്റെ പരിപാടികളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നമ്മളെ കൂടെ വന്ന എല്ലാവരും ചെക്കന്മാരും എല്ലാവരും സ്റ്റേജിലേക്ക് കയറിയിട്ടോ. കേക്കുണ്ട്, വേറെടുക്കുന്നുണ്ട്. സ്റ്റേജൊക്കെ കിട്ടില്ല സ്റ്റേജാട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര ആംബിയൻസ് സ്റ്റേജിന്. ഫൈസക്ക പച്ചക്കിളിയായിട്ട് മുമ്പിലുണ്ട്, നേതൃത്വം നൽകുന്നുണ്ട്. പിന്നെ സ്റ്റേജും എല്ലാവരും ആംബിയൻസ് ഒരേ പൊളിയില്ല വിനാജെ? ആംബിയൻസ് പൊളിയാണ്. ചെല്ലാനുള്ളതൊക്കെ ചെറിയ പറഞ്ഞു കൊടുക്കാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മള് പരിപാടിയൊക്കെ തുടങ്ങി വാച്ച് ഓഫ് ആയി പോയിട്ടോ. സമയം എത്രയാ സാറേ? 12 മണിക്ക്. 10:30 നിക്കാഹ് പറഞ്ഞാണ്. 10:30 നിക്കാഹ് പറഞ്ഞാണ്. ഞങ്ങൾ എല്ലാവരോടും ചെക്കനെ സ്റ്റേജ് മേലാക്കിയ സമയത്ത് 12 മണി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ചെക്കൻ അനിയൻ. ഓളെ ഉപ്പയാണ് കേട്ടോ. അത് ഓളെ ഉപ്പ ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പിട്ട ആളുക. ഈ ആളാണ് ഓളെ ഉപ്പ. അത് നമ്മളെ ചെക്കൻ. നമ്മളെ ചെക്കൻ. ഒരു സെക്കൻഡേ. നിക്കാഹിന്റെ മുഹൂർത്തം സെറ്റാക്കാണ്. ജാസിനെ ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു 5 മിനിറ്റ് ഒന്നുമില്ല. ഈ ഓളെ ഉപ്പയും മാത്രം, വേറെ ആരും ഈ സ്റ്റേജിലില്ല. ഈ അത് മാത്രം ഫോക്കസ് ചെയ്യുക. അവിടെ മുല്ലേരുണ്ടാവും, മൂപ്പര് പറഞ്ഞുതരും. ബാക്കിയെല്ലാം ഓക്കെ. അക്ഷരസ്ഫുടത മസ്റ്റാണ് കേട്ടോ, മലയാളത്തിലും അറബിയിലും.
ഓരോരോ വാക്കുകളായിരിക്കും വരിക. ആ ഓരോരോ വാക്കുകളും നല്ല സമാധാനത്തിൽ ചെല്ലിയാൽ മതി. എനിക്ക് എന്തോ ഡൗട്ട് ഉണ്ടായാൽ മുല്ലാരെ മൊത്തം നോക്കിയാൽ മതി. ഉസ്താദാണ്, സലാം പറയണം കേട്ടോ ഉസ്താദിനോട്. മതി, മുടിയൊന്നും ആവില്ല. അതവിടെ നിന്നോളൂ. തലയിലൊന്നും കളിക്കാൻ കേട്ടോ. ഒരു സെക്കൻഡ് ഇതിലോട്ടൊന്ന് കാണിക്കാം, ഒറ്റ സെക്കൻഡ്. ആ മതി 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 മതി. ആ അതുകൊണ്ടാണ് നിങ്ങൾ കാണിക്കേണ്ടത്. الحمد لله من شرور أنفسنا عن الصفات وقال مخبرا وآمرا وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. صلى الله على سيدنا محمد وعلى آله وأصحابه البررة الكرام. أيها الناس أوصيكم عباد الله وإياي بتقوى الله. قال الله تعالى في القرآن المجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال النبي صلى الله عليه وسلم من تزوج بامرأة فقد أهرز ثلثي دينه فليتق الله في الثلث الباقي. أقول قولي هذا واستغفر الله العظيم لي ولكم واستغفر عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പെട്ടെന്ന് ആട്ടൊന്നും പോകണ്ട, കൂടുതൽ മുമ്പ് പോയി أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وأصحابه أجمعين. لزوجك على ما أمر الله تعالى به من إمساك بمعروف أو تسريح بإحسان. زوجتك وأنكحتك بنتي سلسلة بهذه الربيعية من الذهب مهرا. قبلت منك نكاحها وتزويجها بهذا المهر المذكور وبدأت به. എൻ്റെ മകൾ ശിംഷിത എന്നവളെ ഈ സ്വർണ്ണാഭരണങ്ങൾ മഹറിന് പകരം താങ്കൾക്ക് ഞാൻ
നിക്കാഹ് ചെയ്തു തന്നു, ഇണയാക്കി കൂട്ടിച്ചേർത്ത് തന്നു. നിങ്ങളുടെ മകൾ ശിൻഷിത എന്നവൾ ഈ സ്വർണ്ണാഭരണങ്ങൾ മകന്റെ പകരം നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിനെയും ഇണയാക്കി കൂട്ടിച്ചേർത്ത് തന്നതിനെയും നിങ്ങളിൽ നിന്നും ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. على سيدنا محمد وآله وأصحابه أجمعين والحمد لله رب العالمين. الفاتحة. അങ്ങനെ ഗൈസ് ആ പരിപാടിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മലയാളിക്ക് സന്തോഷം വന്ന് മലയാളിൻ്റെ മുഖത്ത് പുഞ്ചിരിയൊക്കെ വിടർന്ന് ബേജാറായ മലയാളിയനും ഇപ്പോൾ മലയാളി ഹാപ്പിയായി ചിരിയൊക്കെ വിടരുന്നുണ്ട്. വേർത്തിക്കണ്, നല്ലോണം വേർത്തിക്കണ്. അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. എല്ലാവരും ഭയ കണ്ണാപ്പി കാർഡ് തിരിഞ്ഞടിക്കുന്നുണ്ട്. നല്ല ടെൻഷൻ ആയിക്കണം. മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം വേർപ്പൊക്കെ കറക്റ്റ് മുഖത്തുണ്ട്. ദുആ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടികളിലേക്ക് കിടക്കും. صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. أيها الزوجان بارك الله لكما وبارك عليكما وجمع بينكما في خير ولطف وعافية. بارك الله لكما وبارك عليكما وجمع بينكما في خير ولطف وعافية. بارك الله لكما وبارك عليكما وجمع بينكما في خير ولطف وعافية. ربنا هب لنا من أزواجنا وذرياتنا قرة أعين. അപ്പോൾ അങ്ങനെ ദുആ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടവലൊക്കെ അയച്ച് തലേന്ന് ഇനി ഒപ്പിടുന്ന പരിപാടിയാണ്. സാക്ഷികളും എല്ലാവരും ഒപ്പിട്ട് പരിപാടി തീർക്കാണ്. മുതലാളി രജിസ്റ്റേർഡായി കഴിഞ്ഞ് മുതലാളിൻ്റെ ലോക്കായി. മുതലാളി പെട്ടനി ഇനി ഏട്ടും പോകാനുമില്ല വരാനുമില്ല. ഓൾറെഡി അങ്ങനെ ആയിരുന്നു. എന്നാലും ഒരു ചെറിയൊരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എപ്പോഴും കൂടെ ഒരാളും കൂടി ഉണ്ടാവും. ഇപ്പം ഇത്രയും കാലം ഉള്ള പോലെ അല്ല. മലയാളിൻ്റെ ലൈഫ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പോവുകയാണ് ഇനി മുമ്പോട്ട്. അവസാനത്തെ സാക്ഷിയായിട്ട് അളീനും ഒപ്പിട്ട് ഇനി അതോ മല്യാർ ആരോ ഒപ്പിടാണ്ടോന്ന് അറിയില്ല. എല്ലാവരും ഒപ്പിട്ട് ഒരു നിക്കാതെ കഴിഞ്ഞപ്പോഴത്തേനും മുതലാളി ആകെ വേർത്ത് സീനായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ധൈര്യമായിരിക്കണേ. വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ഇപ്പം എന്താ സംഭവം സംഭവിച്ചതെന്ന് അറിയില്ല. മേക്കപ്പ് മാൻ ഏതായാലും അടിപൊളിയാണ്. ഏത് സൈഡ് നോക്കിയാലും ഉടുക്കത്തെ ലുക്ക്. മേക്കപ്പ് മാൻ ടീം അവിടെ ഉണ്ട് കേട്ടോ. അവിടെ നിൽക്കുന്ന ആ 4 ആൾക്കാരോ 4-5 ആൾക്കാരെ കണ്ടാണ്. ഓർക്ക് എണീക്കാനായോ? ഓഡിറ്റോറിയത്തിൽ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങോട്ടോ കട ഓഡിറ്റോറിയം ഫുള്ള് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. കല്യാണത്തിന് പങ്കെടുക്കാൻ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിറച്ചുണ്ട്. എല്ലാവരും ഇപ്പം പോയിട്ട് കാണിക്കൽ നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ സൈഡ്
ഒരു മൂലയെന്ന് എല്ലാവരെയും കാണിക്കുകയാണ് അരുവിൽ നിന്നിട്ട്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് മലയാളി താഴേക്ക് ഇറങ്ങുന്നുണ്ട്. മലയാളി എല്ലാം ബാക്കിയുള്ളവരെല്ലാം താഴേക്ക് ഇറങ്ങുന്നുണ്ട്. മലയാളി ഇവിടെ ഉണ്ടാവും. യാസിനിക്കാൻ്റെ കൂടെ മൊയിലാമാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. കേക്ക് ഇവിടെ കുറേ നേരമായിട്ട് അനാഥനായിട്ട് ഇരിക്കുകയാണ്. പെണ്ണെപ്പോഴാണ് വരികയെന്ന് അറിയില്ല. വന്നാലേ കേക്ക് മുറിക്കൂ. മിക്കവാറും കേക്കൊക്കെ തട്ടി താഴെ പോകാൻ ചാൻസ് ഉണ്ട് തിരക്കൊക്കെ കണ്ടിട്ടേ. ഇവിടെ നല്ലൊരു ആംബിയൻസ് ഉണ്ടല്ലോ, നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ. വേണ്ടോ പുള്ളി പ്രാവശ്യം പരിപാടികളാണ്. അതിന് അളിയൻ ഭയങ്കര ടെൻഷനാന്ന് പറഞ്ഞാൽ അളിയൻ പറഞ്ഞ 2 അളിയന്മാരെങ്കിലും വേണം. എന്നാൽ പകുതിയും ടെൻഷൻ ആക്കാനൊന്ന്. മലയാളിൻ്റെ മെയിനായിട്ടുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും വരിക്ക് നിൽക്കുന്നുണ്ട്. വേണ്ടോ കുട്ടിച്ചാത്തന കഥ ഇളിച്ചാട്ടി നിൽക്കണേ. ഞാനതല്ല നോക്കണേ. ഇനി ആ കേക്കിന്റെ നിപ്പുണ്ടോ? കേക്ക് കാണില്ലല്ലോ. അതാണ് കേക്ക്. അതേത് നിമിഷവും മലയാളി പറഞ്ഞാല് ഏത് നിമിഷം ആരെങ്കിലും തട്ടിയിട്ട് നിലത്ത് പോകാനുള്ള കേക്കാ ചെറിയ മോനെ. എക്സ്പ്രഷൻ മൊത്തം കണ്ട ഇനി മാത്രം നല്ല എക്സ്പ്രഷൻ ആയിരുന്നു. അതന്നെയാണല്ലേ ഓന്റെ വൻ സീന. മലയാളിയും പിന്നെ അമ്മോച്ചാക്കയും കൂടിയുള്ള പിന്നെ പരിപാടികളാണ്. ഇതിൽ കെട്ടിപ്പിടിക്കുന്ന ഉമ്മ കൊടുക്കുന്ന സെറ്റാണ്. പരിപാടി മൊത്തം സെറ്റാണ്. അവളെ ഫാമിലി മെമ്പേഴ്സിനെ അവളെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് യാസിനിക്കാക്ക്. ഇതാ ഇച്ചാൻ തിരിച്ചു വന്ന ഇച്ചാൻ ഈ ചാനൽ ഇച്ചാൻ ആഫ്റ്റർ എ ലോങ് ടൈമാണ്. ഇച്ചാന് തിരിച്ചു വന്ന ഒരു ട്രോഫി ഒക്കെ ആയിട്ടാണ് വന്നത്. ഇച്ചാൻ അടുത്ത ട്രോഫി എന്താ റിലീസ്? കമ്മിങ് സൂൺ ആണ്. ഇച്ചാൻ പുതിയ ട്രോഫിക്ക് ഓർഡർ കൊടുത്തിട്ട്. അപ്പോ ഇതാ മാറി ഇതാക്കണ ഉള്ളപ്പയാണ്. അപ്പോൾ പരിപാടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ഈ മലയാളിന്റെ പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടോ? മലയാളി ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ? അല്ല എല്ലാം ഞാൻ കണ്ടിരുന്നു. പറഞ്ഞോ രണ്ടാളും കൂടി എല്ലാരും കൂടി പറയും. എണ്ണാപ്പേ അത് മാത്രല്ല അണ്ണാപ്പി എന്തെന്നുണ്ടായിരുന്നു മലയാളിന്റെ എക്സ്പീരിയൻസ് ഇനി പറയും. അപ്പോ എല്ലാരും സെറ്റാണ്. എല്ലാരും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഒരു എന്താ പറയാ അനൗപചാരിക ചടങ്ങാക്കി മാറ്റുന്നുണ്ട്. ഔപചാരികല്ല അനൗപചാരികമാണ്. കുറെ ആൾക്കാർ ഇതെന്താ സംഭവം എന്ന് അറിയാത്ത രീതിയിൽ നോക്കിക്കണവരുണ്ട് കേട്ടോ. ഫൈസ്ഖാന്റെ കൊണ്ടാട്ടിൻ്റെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കണ്ടേ, നമ്മള് കാണാത്ത പോണാണ്. ആസിന്റെ ഉപ്പ അഫ്സലൊരു കൊച്ചായിട്ടോ. അഫ്സലൊരു കൊച്ചായി. ഇത് ഭയങ്കര അന്യായമാണ് കേട്ടോ. മലയാളി പറയണേ കോട്ടില്ലാത്തൊരു ഫോട്ടോ എടുക്കാൻ കൂട്ടില്ല എന്നാ പറയണേ. ഇത് ഭയങ്കര അന്യായമാണ്. ഇത് ഒരുമാതിരി പരിപാടിയാ. പാവം കോട്ടില്ലാത്ത ഞങ്ങൾ എന്ത് ചെയ്യാനാ? നമ്മള് ബ്ലാക്കാണ്. നമ്മള് കണ്ടോ ഇച്ചാന്റെ നിക്കും ഒക്കെ ബ്ലാക്കാണ്. ഈ പറയുന്ന ഞാനും ബ്ലാക്ക് ആട്ടോ. മൊത്തത്തിൽ എല്ലാരും നോക്കുന്നത് എന്താണെന്നറിയോ? എല്ലാരും നോക്കുന്നത് എന്താ അവിടെ സംഭവിക്കുന്നതെന്നാ. നമ്മൾ ഒഴിവാക്കിയതാ എല്ലാ ആൾക്കാരും നോക്കുന്നത്. പിന്നെ അവിടെ ഫുഡിന്റെ പരിപാടി നടക്കുന്നുണ്ട്. ആൾക്കാരിങ്ങനെ വാരി വലിച്ചെടുക്കുന്നത് തിന്നുന്നൊക്കെ കാണാൻ പറ്റും.
ഫ്രണ്ടിൽ എടുക്കേണ്ടതാണ്. എല്ലാരെയും കൂടി ഒറ്റ ഫ്രെയിം കിട്ടുന്നത്. ഹലോ, എന്താ പേര്? വീഡിയോ കാണലുണ്ടോ? എപ്പോഴും കാണലുണ്ടോ? എപ്പോ കാണലുണ്ട്? ആണോ? ഓക്കെ അല്ലേ? അല്ല നിങ്ങളല്ല